ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അബീസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ കറിയാണ്. ഞാൻ മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാദ്യമേ കുക്കറിലേക്ക് ഇടുക. പച്ചമുളക് നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിക്ക് അനുസരിച്ചിട്ട് അതും കൂടെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇടുക. പച്ചമുളകും മത്തങ്ങ അരിഞ്ഞതും കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടെ നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. മത്തങ്ങ അരിഞ്ഞത്, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ വിസിൽ വരാനായിട്ട് വെക്കുക. മത്തങ്ങ അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേവിക്കാനായിട്ട് വെക്കുക. ഈ കുക്കറിൽ ഞാൻ മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെക്കുക. മത്തങ്ങ ഇതിൽ കിടന്ന് വെന്ത് ഉടയണം. ഇനി അതിൻ്റെ അകത്ത് തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ എടുക്കാം. കുക്കറിൽ വെച്ചിട്ട് കുക്കറിൽ വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത തേങ്ങ എടുത്ത് അതിൻ്റെ അകത്ത് ഇനി വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതിനെ അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയായിട്ട് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ നമ്മൾ വേവിച്ചത് തുറന്ന് നോക്കിയിട്ട് അതിനകത്ത് മത്തങ്ങ ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. അതിന് ശേഷം വേണം ഇതേപോലെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ വേവിച്ച് വെച്ച മത്തങ്ങയും അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. മത്തങ്ങ കറിക്ക് കടുക് വറുക്കാനായിട്ട് ഞാൻ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. ഇനി കടുക് വറുക്കുക. കടുക് വറുക്കാനായിട്ട് ഞാൻ പാനിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മത്തങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ കടുക് വറുത്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അതിനുശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.